ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഞാൻ പറയാം ചാനലിലേക്ക് സ്വാഗതം. അജിതിന് ചാനലിന് ശേഷം ചേച്ചി തുടങ്ങിയ ഒരു പുതിയ ചാനലാണ് ഞാൻ പറയാം ചാനൽ. അജിതിന് ചാനലിൽ മോണിസ്റ്റേഷൻ ഇതുവരെ ആയിട്ടില്ല. ഇതുവരെ 1000 വാച്ചവർ ആയിരിക്കുന്നത്. 1600 സബ്സ്ക്രൈബർ 1600 ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനകത്ത് ചേച്ചി അവിയൽ രൂപമാണ് എല്ലാം ഇടും. അപ്പോൾ ന്യൂസ് മാത്രം ഇടാനായിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത്, ഞാൻ പറയാം എന്ന ചാനൽ. അപ്പോൾ എല്ലാവരും അജിതിനി ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ ഇതും ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താണെന്ന് അറിഞ്ഞൂടെ എല്ലാവർക്കും? ഇന്ന് ഗുരുവായൂർ ഏകാദശി നാളാണ്. ഏകാദശി നാൾ എല്ലാ മാസവും വരുമെങ്കിലും വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷം അല്ലെങ്കിൽ ശുക്ലപക്ഷം, ആ ദിവസത്തിന് പ്രാധാന്യം ഏറെയാണ് ഗുരുവായൂർ. ഈ മാസം ഏകാദശി വ്രതം എടുക്കുന്നവർ അരിയാഹാരമേ കഴിച്ചുകൂടാ. ഒന്നും കഴിക്കാതെ പട്ടിണി ഇരുന്ന് ഏകാദശി വ്രതം എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ ചിലവർക്കെങ്കിലും അസുഖങ്ങളുള്ളത് കൊണ്ട് തീർത്ഥം കുടിക്കാം. ഗോതമ്പ് ആഹാരം അത് കഴിക്കുന്നതെന്ന് പറയുന്നത് അമ്പലത്തിൽ നിന്ന് തന്നെ തരും. നമ്മൾ തീർത്ഥം മാത്രം അത്ര വിശപ്പ് അടക്കാൻ വയ്യാത്തവർക്കാണെങ്കിൽ തീർത്ഥം കുടിക്കാം. ദ്വാദശി സമർപ്പണം കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് തരുന്ന ഗോതമ്പ് ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഏകാദശി വ്രതമെടുത്ത് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഇന്നലെ തൊട്ട് തന്നെ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 3 മണി മുതൽ അമ്പലം തുറന്നിട്ടുണ്ട്. നാളെ രാവിലെ 9 മണി വരെ നട ഇന്ന് അടയ്ക്കത്തേയില്ല. അതിനിടയിൽ ഒരുപാട് പാലഭിഷേകം, ദ്വാദശി സമർപ്പണം, പാകച്ചാർത്ത്, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് ഏകാദശി പ്രമാണിച്ച് അവിടെ നടക്കുന്നുണ്ട്. ഈ ഏകാദശി വ്രതം എടുക്കുന്നവർ വിളക്ക് കണ്ടതിന് ശേഷമേ, ഏകാദശി വിളക്കുണ്ടല്ലോ അത് കാണണം. കണ്ടതിന് ശേഷമേ നമ്മൾ മടങ്ങാൻ പാടുള്ളൂ. എന്നെങ്കിലും നമുക്കൊരു സ്വന്തം വീടുണ്ടായാൽ തീർച്ചയായിട്ടും ഞാനും ഏകാദശി വ്രതമെടുത്ത് അവിടെ വരുന്നതായിരിക്കും. അതിന് ഗുരുവായൂരപ്പൻ തന്നെ അതിനുള്ളൊരു വഴി കാണിച്ചു തരട്ടെ. ഈ സമയത്ത് ഞാൻ പറയുകയാണ്, 2 പ്രാവശ്യം, ഒരു പ്രാവശ്യം പോയി ഗുരുവായൂരപ്പൻ്റെ നടയിൽ പോയി ഒരുപാട് നേരം അവിടെ ചിലവഴിച്ച് അവിടെ തങ്ങി അവിടുത്തെ കൽവിളക്കിലെല്ലാം വിളക്ക് കത്തിക്കാനുള്ള ഭാഗ്യമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നത്തെ പ്രാവശ്യം പോവാൻ നേരത്ത് അമ്പലത്തിൽ ചെന്ന് കയറുന്നതിന് മുമ്പേ സ്വന്തക്കാർ മരിച്ചത് കാരണം തിരിച്ചു പോരേണ്ടി വന്നു. ഇനി സ്വന്തം ഒരു വീടായിട്ട് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഏകാദശി വ്രതം എടുക്കാൻ എനിക്കും പോകണമെന്നൊരാശയുണ്ട്. അതിന് ഗുരുവായൂരപ്പൻ എന്നെ അനുഗ്രഹിക്കട്ടെ. ഈ ഏകാദശി വ്രതത്തിൻ്റെ അന്ന് ഞാൻ ഗുരുവായൂരപ്പനോട് അതാണ് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എല്ലാവരും, വ്രതം എടുത്തവരെല്ലാവരും, കഴിയുന്ന ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ പോയി തൊഴാൻ നോക്കണം. ദൂരം കൂടുതലുള്ളവർ കൃഷ്ണൻ്റെ ഫോട്ടോ വീട്ടിലുണ്ടെങ്കിൽ അതിൽ തൊഴുത് ഇന്നത്തെ കൃഷ്ണൻ്റെ നാമജപങ്ങളെല്ലാം ചൊല്ലി, ഇന്ന് കൃഷ്ണനാമം ചൊല്ലുമ്പം തന്നെ നമുക്ക് വിശപ്പറിയത്തില്ല. അന്ന് കഴിയുന്നത് അസുഖമൊന്നും ഇല്ലാത്തവർ ഇന്ന് പട്ടിണി തന്നെ ഇരിക്കാൻ നോക്കണം. അതാണ് നല്ല ഏകാദശി വ്രതത്തിൻ്റെ ഒരു ഐതിഹ്യം, ഒരു കടും വ്രതം. നമ്മൾ ഏകാദശി മാസം 2 എണ്ണം വരും. പക്ഷേ എന്നാലും ഈ ഒരു ദിവസത്തെ ഏകാദശിക്ക് ഭയങ്കര പ്രത്യേകതയാണ്. അതുകൊണ്ട് എല്ലാവരും അടുത്ത വർഷമെങ്കിലും ഏകാദശി ഈ പ്രാവശ്യം എടുക്കാത്തവരെടുക്കാൻ ശ്രമിക്കണം.
നമുക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും അമ്പലങ്ങളിലൊക്കെ പോയി ഇച്ചിരി നേരം ഇരിക്കുന്നതെന്ന് പറയുന്നത് ഒരു നല്ലൊരു എനർജി, നമുക്ക് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. അപ്പോൾ ചേച്ചി പോയിട്ട് വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം.